കരുവന്നൂർ വിഷയത്തിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ആ ഒരു നടപടിനെ എങ്ങനെയാണെന്ന് നോക്കുക? അല്ല, ആ നടപടികളൊക്കെ ഞങ്ങളിങ്ങനെ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. ഈ കരുവന്നൂർ ബാങ്കാണ് LDF-ഉം BJP-യുമായിട്ടുള്ള രഹസ്യബന്ധത്തിൻ്റെ മൂലകാരണം. അതായത് ഒരു സഹകരണ സ്ഥാപനത്തിനെ എങ്ങനെ തകർക്കാം എന്നാണ് CPM ഇപ്പോൾ തെളിയിച്ചിട്ടുള്ളത്. അവിടെ നിക്ഷേപകരെയൊക്കെ വഴിയാധാരാക്കി ആത്മഹത്യകൾ നടക്കുക. പക്ഷേ ആസ്തി മുഴുവൻ CPM-ൻ്റെ കയ്യിലാണ്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ED-യുടെ അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ED-യുടെ അന്വേഷണം നടക്കാൻ കാരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ജഡ്ജിമെൻറ്റ് പ്രകാരം ഏതെങ്കിലും ഒരു കേസ് നിലവിലില്ലാതെ ഒരു സംസ്ഥാനത്തും ED-ക്ക് ഇടപെടാൻ പാടില്ല എന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ജഡ്ജിമെൻ്റ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നപ്പോൾ ED-ക്ക് ഇടപെടാൻ അവസരമുണ്ടായി. ഈ ബാങ്കിൽ ഈ കവർച്ച നടത്തിയില്ലായിരുന്നെങ്കിൽ ED വരില്ലായിരുന്നു. ഏതായാലും ED-യെ വിളിച്ചു വരുത്തി ഇപ്പോൾ ഒരു കോംപ്രമൈസ് നടക്കുകയാണ് മുഖ്യമന്ത്രി. അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ലോകസഭയിലേക്കുള്ള ഇലക്ഷനാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ട് നിരന്തരം കോൺഗ്രസിനെ വിമർശിക്കുന്ന ശൈലിയിലേക്ക് പിണറായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് മോഡിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി തോന്നുന്നു. ജൂൺ 4-ാം തീയതി അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രി, അത് കഴിഞ്ഞാലേ മാറുള്ളൂ. അപ്പോൾ മോഡിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. മുഴുവൻ കോൺഗ്രസ്സിന് കുറ്റം, രാഹുൽ ഗാന്ധിക്ക് കുറ്റം. അതായത് ഒരു സംഘിത്തലവനായി കേരളത്തിൽ പിണറായി മാറിയിരിക്കുക. ഒരു സംഘികളുടെ ഭരണം കേരളത്തിലില്ലാത്തതിൻ്റെ ക്ഷീണം പിണറായി തീർക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി കേരളത്തിന് പുറത്ത് എന്തൊക്കെയാണോ കോൺഗ്രസിനെ പറ്റി പറയുന്നത് അതിൻ്റെ കാർബൺ പതിപ്പാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ്. പക്ഷേ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എങ്ങനെ പ്രവർത്തിച്ചാലും കേരളത്തിൽ ചിലവാവില്ല. അതുകൊണ്ട് തൃശ്ശൂർ ലോക്സഭയിൽ BJP-യെ വിജയിപ്പിക്കാമെന്ന വല്ല അച്ചാരവും പിണറായി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ ചിലവാവില്ല എന്ന് മാത്രമേ പറയൂ.